അസ്സലാമു അലൈക്കും. ഇത്താത്തയാണ്. 7 വൻ പാപങ്ങളിൽ ഒന്നാണ് സിഹ്ർ എന്നുള്ളത്. ചില ആളുകളുടെ അവരുടെ ഉയർച്ച കണ്ടും, അല്ലെങ്കിൽ അവരുടെ സമ്പത്ത് കണ്ടും, അല്ലെങ്കിൽ അവരെ നശിപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയും ചെയ്യുന്ന ഒരു വലിയ പാപമാണ് സിഹ്ർ എന്നുള്ളത്. ചില ആളുകള് മറ്റുള്ളവരെ സിഹ്ർ ചെയ്യുമ്പോൾ അവർ ഓർക്കാത്ത ഒരു കാര്യം എന്നുള്ളത്, ഈ വ്യക്തി, അതായത് നമ്മൾ സിഹർ ചെയ്യണം എന്ന് കരുതുന്ന ആ വ്യക്തി അള്ളാഹുവുമായി ഏറ്റവും കൂടുതൽ അടുക്കുകയും ആത്മബന്ധം പുലർത്തുകയും റബ്ബിനുമായി എന്നും കഴിയാവുന്ന അമലുകൾ ചെയ്ത് നിസ്കാരത്തിലും ഖുർആൻ പാരായണത്തിലും മറ്റുള്ളവരോട് സംസാരിക്കുന്നതിലും എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന വ്യക്തികളാണെങ്കിൽ ചില സമയങ്ങളിൽ അവരെ സിഹർ ചെയ്താൽ അത് നിങ്ങൾക്ക് തന്നെ തിരിച്ചടിക്കും എന്നുള്ളത് തീർച്ചയാണ്. ഇവിടെ അടുത്ത് നടന്ന, അതായത് എനിക്കറിയാവുന്ന ഒരു വീട്ടിൽ നടന്ന സംഭവം, ആ മകൻ ഉമ്മയെയും ഉപ്പയെയും ഭാര്യയെയും മക്കളെയും ഒക്കെ ഒരുപോലെ സ്നേഹിച്ച് നല്ല രീതിയിൽ കുടുംബം കഴിഞ്ഞു പോകുമ്പോൾ പെട്ടെന്ന് ഭാര്യക്കുള്ളിൽ ഒരു അസൂയ, കാരണം ഉമ്മയെ അതിയായി എന്നെക്കാളും സ്നേഹിക്കുന്നു എന്നുള്ള ഒരു തോന്നൽ, അല്ലെങ്കിൽ ഉമ്മാക്ക് വല്ലാതെ പരിഗണന കൊടുക്കുന്നു എന്നുള്ള ആ ഒരു അസൂയ, ആ ഉമ്മയെ എത്രമാത്രം ചെറിയ ചെറിയ രീതികളിലെല്ലാം ദ്രോഹിക്കാൻ കഴിയുമോ അങ്ങനെ എല്ലാം ദ്രോഹിച്ചു. പിന്നെ ചെയ്തത് സിഹറാണ്. കാരണം അവരെ നശിപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചെയ്തതാണ്. പക്ഷേ ആ ഉമ്മ ഒരു പാവം സ്ത്രീയും അള്ളാഹുവുമായി ഏറ്റവും കൂടുതൽ അടുത്ത ഒരു വ്യക്തി, അതായത് സദാസമയം നിസ്കാരവും ഖുർആൻ പാരായണവും തന്നാൽ കഴിയുന്ന വിധം ഒരു സഹായം ചെയ്യുന്ന സാധു സ്ത്രീയായിരുന്നു. അപ്പോ അവരെ അവരെ നശിപ്പിക്കണം എന്ന് കരുതി ആ മരുമകൾ ചെയ്തത് ഫലിച്ചതാണെങ്കിൽ സ്വന്തം ഉമ്മയ്ക്കാണ് കേട്ടോ. അപകടത്തിൽപ്പെട്ട് ആ ഉമ്മ ഒരു 3-4 ദിവസത്തിനുള്ളിൽ ഇവരെ സിഹർ ചെയ്ത് ഇവർ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ആ ഉമ്മയുടെ നാശം കാണാൻ. പക്ഷെ ലഭിച്ചതോ സ്വന്തം ഉമ്മയ്ക്കാണ്. നശിപ്പിക്കുക എന്നുള്ളത് കണ്ണീർ പോലുമുള്ള സത്യമാണ്. അതുപോലെ തന്നെയാണ് സിഹർ. അതുകൊണ്ട് തന്നെ ആ ഉമ്മ അത്രയും സാധുവായ ആ ഉമ്മയെ നശിപ്പിക്കണം എന്ന് കരുതിയപ്പോൾ തിരിച്ചടി കിട്ടിയത് സ്വന്തം ഉമ്മയ്ക്കാണ്. ആക്സിഡന്റ് ആയി ഉമ്മയുടെ കാലൊടിഞ്ഞു കടന്നപ്പോഴാണ് മകൾക്ക് അത് മനസ്സിലായത്. താൻ ചെയ്ത തെറ്റിന് തനിക്ക് കിട്ടിയതാണ് എന്ന ബോധ്യത്തോടു കൂടി പിന്നീട് ആ ഉമ്മയോടുള്ള അസൂയയെല്ലാം മാറ്റി കുറച്ച് നാള് കഴിഞ്ഞപ്പോൾ ആ ഉമ്മയെ കൂടുതൽ കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങി. കാരണം മരുമകളെ ഒരു രീതിയിലും ഉപദ്രവിക്കാത്ത ആ ഉമ്മയെ അസൂയ കൊണ്ട് മാത്രം, മകൻ കൂടുതൽ സ്നേഹിക്കുന്നു എന്നുള്ള അസൂയ കൊണ്ട് മാത്രം ചെയ്യുന്ന ഈ തെറ്റ്, അത് എല്ലാവർക്കും ഒരു പാഠമായിരിക്കണം. മാതാപിതാക്കളെ അമിതമായി സ്നേഹിക്കുന്ന മക്കളാണ് ഭാര്യയെയും മക്കളെയും ഒരുപോലെ സ്നേഹിക്കാനും അവർക്ക് വേണ്ട എല്ലാ രീതിയിലുള്ള പരിഗണന കൊടുക്കാനും ആ മക്കൾക്ക് കഴിയും എന്നുള്ളത് ചിന്തിക്കുക.